നാട്ടുകളെ ന്യൂസ് എക്സൈൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ലോക വയോജന ദിനം. തിരുവിഴാംകുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് 4 വർഷക്കാലമായി പലവിധ സേവന പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ടെങ്കിലും മുൻഗണന നൽകുന്നത് വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്. എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് വിശ്രമകേന്ദ്രം പ്രവർത്തിക്കുന്നത്. ലോക വയോജന ദിനത്തിൽ തയ്യാറാക്കിയ ഒരു പ്രത്യേക റിപ്പോർട്ട്. നാല് വർഷക്കാലമായി പലവിധ സേവന പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ടെങ്കിലും മുൻഗണന നൽകുന്നത് വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്. അവർക്ക് മാത്രമായി വിവിധതരം ആരോഗ്യ പരിശോധന ക്യാമ്പുകൾ, മാനസിക ശാരീരിക ഉല്ലാസത്തിനു വേണ്ടി വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 1 മുതലാണ് അവർക്ക് വേണ്ടി മാത്രമായി വയോജന വിശ്രമ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. മണ്ണാർക്കാട് നിയോജക മണ്ഡലം MLA N ഷംസുദ്ദീന്റെ സാന്നിധ്യത്തിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ വിശ്രമകേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് വിശ്രമകേന്ദ്രം പ്രവർത്തിക്കുന്നത്. വാടക കെട്ടിടത്തിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോ സർക്കാരോ ഒരു അനുമതിയും 1 വർഷമായി തന്നിട്ടില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. ഞാൻ ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റ്. ഞങ്ങളിവിടെ ഏതാണ്ട് ഒരു 4 വർഷമായിട്ട് ഒരു ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള പേരിൽ ട്രസ്റ്റ് പ്രവർത്തനം തുടങ്ങി. അതിൻ്റെ ഉദ്ദേശം ശരിക്കും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മറ്റ് പലവിധ കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ഊന്നൽ നൽകുന്നത് വയോജനങ്ങളുടെ കാര്യത്തിലാണ്. അതിന് ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 2-3 കൊല്ലമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് കഴിഞ്ഞ ഈ ദിവസം മുതലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഒരു ഭംഗിയിലാക്കാൻ സാധിച്ചത്. ഒരു ഓഫീസോ കെട്ടിടങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. വളരെയധികം കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. വിവിധ ക്യാമ്പുകൾ, ആയുർവേദ, അലോപ്പതി, മെഡിക്കൽ ക്യാമ്പുകൾ, അവർക്കുള്ള മറ്റ് വൈദ്യ പരിശോധനകൾ, ലാബ് പ്രവർത്തനങ്ങൾ, പിന്നെ അതേപോലെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസമാകുന്ന മറ്റ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ പോന്നുകൊണ്ടിരിക്കുക. ഈ വാടക കെട്ടിടത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് കാരണം അതിന് ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്കതിൻ്റെ അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. പഞ്ചായത്തു നിന്നോ ബ്ലോക്കിൽ നിന്നോ സാമൂഹ്യ വെൽഫെയർ ഓഫീസിൽ നിന്നോ ഒന്നും ഈ വാടക കെട്ടിടത്തിൽ തരാൻ പറ്റില്ല എന്നാണ് അത്ര അവരുടെ കാര്യങ്ങൾ അങ്ങനെയെന്നാണ് അറിഞ്ഞത് ചോദിച്ചപ്പോൾ. ഏതായാലും അംഗീകാരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരു സഹായവും ഇതുവരെ ഒരു ഏജൻസിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിനും കാരണം ഇതാണെന്നാണ്, വാടക കെട്ടിടമാണെന്നാണ് പറയുന്നത്. വാടക കെട്ടിടം അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി നമുക്കിത് തുടങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും ജനങ്ങൾക്കിത് വളരെ ആശ്വാസമായിട്ടാണ് തോന്നുന്നത്. വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ, ആഴ്ചയിൽ 1 ദിവസത്തെ ഭക്ഷണ ചെലവുകൾ, കെട്ടിട വാടക തുടങ്ങിയവയ്ക്ക് ട്രസ്റ്റ് വളരെ കഷ്ടപ്പെടുന്നതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. വയോജനങ്ങൾക്ക് മാത്രമായി സർക്കാർ തലത്തിൽ പല ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സംവിധാനമുണ്ടെങ്കിലും ഇവിടേക്ക് ആവശ്യമായ സഹായങ്ങളിൽ അത് ലഭിച്ചിട്ടുമില്ല. തിരുവിഴാംകുന്ന് പ്രദേശത്തെ ഒരു വയോജന വിശ്രമ കേന്ദ്രം ആവശ്യമായ സൗകര്യങ്ങളോട് കൂടി സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രദേശത്തെ മുതിർന്ന പൗരന്മാർക്കും അതുവഴി നാട്ടുകാർക്കും അത് വളരെ ആശ്വാസകരമാകുമെന്നും ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു. അർഹരായ കിടപ്പ് രോഗികൾക്ക് ചെറിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങളും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടർ, കട്ടിലുകൾ, എയർബഡ്, വീൽചെയർ, വാക്കർ തുടങ്ങി ആവശ്യമായ കാലത്തേക്ക് രോഗികൾക്ക് നൽകി വരുന്നുണ്ട്. സർക്കാർ തലത്തിൽ തുടങ്ങുകയാണെങ്കിൽ ഈ പ്രദേശത്തെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് മറ്റു വയോജനങ്ങൾക്കും അവരുടെ വീട്ടുകാർക്കും വളരെ ഗുണകരമായിരിക്കുമെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു. എല്ലാത്തിനും സഹായിക്കും. ഇത് നല്ലൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും നല്ല സഹായങ്ങളുണ്ട് എല്ലാ കാര്യത്തിലും. അതിന് മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കെന്നും ഇവിടെ നിലനിൽക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ അത് എന്നും നിൽക്കട്ടെ. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ചിലവഴിക്കാനുള്ള ഫണ്ട് ത്രിതല പഞ്ചായത്തുകൾ ഉണ്ടെന്നും ഏതെങ്കിലും ഏജൻസിയിൽ നിന്നോ വിവിധ വകുപ്പുകളിൽ നിന്നോ ഗവൺമെൻറ് തലത്തിൽ നിന്നോ ഏതെങ്കിലും നിലയ്ക്കുള്ള സഹായം ലഭിച്ചാൽ അത് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നും ട്രസ്റ്റ് അംഗങ്ങളും ആശ്രയ കേന്ദ്രത്തിൽ സ്ഥിരമായി വരുന്നവരുമായ
പി കുട്ടികൃഷ്ണൻ നായർ, ടി പാത്തുമ്മ, പി സി ത്രേസ്യ, പി നിയാസ് ബാബു, എം യശോദ, ഒ മാളക്കുട്ടി, എം ഉഷാവല്ലി എന്നിവർ പറഞ്ഞു. സഹായ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രസ്റ്റിൻ്റെ നടത്തിപ്പ് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റിൽ നമുക്ക് വേണ്ടിയുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള കട്ടിലുകൾ, അതുപോലെ തന്നെ വാക്കർ, ഓക്സിജൻ സിലിണ്ടർ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ്. എല്ലാം ഒരു 10, 7, 6 സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് നിലവിലുണ്ട്. എങ്കിലും അതെല്ലാം ഇപ്പോൾ പുറത്ത് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഈ ഉപകരണങ്ങൾ കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഈ ട്രസ്റ്റിനെ കൊണ്ട് നല്ല ഗുണം ഉണ്ട് എന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. ഇത്തരം സാധനങ്ങൾ ഇനിയും ജനങ്ങൾ നമുക്ക് സ്പോൺസർ ചെയ്ത് തരും എന്ന് നല്ലൊരു വിശ്വാസമുണ്ട്. ഈ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തരം സാധനങ്ങൾ നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൂടി ഇനി ഞങ്ങൾ അതിലാണ് നമ്മളിപ്പോൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രസ്റ്റിൽ വയോജന വിശ്രമ കേന്ദ്രം എല്ലാ വ്യാഴാഴ്ചയും മുടങ്ങാതെ എല്ലാ വ്യാഴാഴ്ചയും നടത്തിക്കൊണ്ടു പോകാറുണ്ട്. അതിനൊരുപാട് ആൾക്കാരുടെ നല്ല നല്ല മനസ്സുകൊണ്ടുള്ള സഹായം നമുക്ക് ലഭ്യമാണ്. ഈ ട്രസ്റ്റിലെ കമ്മിറ്റിയും രൂപീകരണവും ഒക്കെ നല്ല രീതിയിലാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ നല്ല നാട്ടുകാരായ ഈ തിരുവിഴാങ്കുന്ന് പ്രദേശത്ത് നല്ല നാട്ടുകാരായ ആൾക്കാർക്ക് ഉപകരണപ്പെടുന്നതാണ്. ഇനി ആ രീതിയിൽ ബന്ധപ്പെട്ടാലും ഇത്തരം സാധനങ്ങൾ ഒരു ഭേദമന്യമില്ലാതെ നമ്മൾ ലഭിക്കുന്നതാണ്, കൊടുക്കുന്നതാണ്. അതിനു വേണ്ടി എല്ലാ സഹായ സഹകരണം ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. ഈ പാലിയേറ്റീവ് കെയർ തുടങ്ങിയത് കാരണം എൻ്റെ വീട്ടിൽ പോലും എൻ്റെ അമ്മയ്ക്ക് പോലും ഈ പാലിയേറ്റീവ് കെയറിന് കട്ടിലും എയർബെഡും കൊണ്ടുപോകാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള കുറേ പേർക്ക് ഉപകാരപ്പെട്ട ഒരു സംരംഭമായി തീർന്നേക്കുവാണ് നമ്മുടെ ഈ വയോജന കേന്ദ്രം. പിന്നെ പ്രായം ചെന്ന കുറേ പേര് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്നു കൂടുകയും അവർക്ക് മാനസികവും ശാരീരികവുമായ എല്ലാ സന്തോഷങ്ങളും കിട്ടുന്നു. അവരെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയും കളിയും പാട്ടും ചിരിയും വിനോദങ്ങളും എല്ലാം ഇവിടെ നടത്തിപ്പോകുന്നു. ഞങ്ങൾക്കും അവരുടെ കൂടെ ഉല്ലസിക്കുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളിവിടെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. പിന്നെ അവർക്ക് ഭക്ഷണമായിട്ട് ഉച്ചയ്ക്ക് രാവിലെ ചായ കൊടുക്കും, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും, വൈകുന്നേരം ചായ കൊടുക്കും. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടു കൂടി അത് പങ്കുവയ്ക്കുകയും അവരുടെ സങ്കടങ്ങളും പരാതികളും എല്ലാം നമ്മളിവിടെ എല്ലാവരും കൂടെ സഹകരിച്ച് നമ്മൾ സന്തോഷം പങ്കിടാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.